ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലത്തിന് പിന്നാലെ ജെ.പി. നദ്ദ ബി.ജെ.പി. ദേശീയ അധ്യക്ഷ പദവി ഒഴിഞ്ഞേക്കുമെന്ന് റിപ്പോർട്ടുകൾ. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർമ്മല സീതാരാമനെ ഇപ്പോൾ പരിഗണിക്കുന്നുവെന്ന് വാർത്ത. ശിവരാജ് സിംഗ് ചൗഹാൻ, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവരും പരിഗണനാ പട്ടികയിൽ. സർക്കാർ രൂപീകരണത്തിന് ശേഷം എൻ.ഡി.എ വിപുലീകരിക്കാനായി നേതൃത്വം ഇപ്പോൾ നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമ്മുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ തത്സമയം. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് ജെ.പി. നദ്ദയുടെ കാലാവധി അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഒരുപക്ഷെ അടുത്ത മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ കാലാവധി അവസാനിക്കും എന്നിരിക്കെ ബി.ജെ.പിയിൽ ഉണ്ടാകുന്ന ചിന്തകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വനിതയായിട്ടുള്ള ഒരു അധ്യക്ഷ ഉണ്ടാകണം എന്നുള്ളതാണ്. നാരി ശക്തി എന്ന വിധത്തിൽ വലിയ പ്രചരണങ്ങൾ ബി.ജെ.പി. സംഘടിപ്പിക്കുന്നുണ്ട്. വനിതാ സംവരണ ബില്ലിന്റെ അടക്കം നേട്ടം ബി.ജെ.പി. അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു വനിത വരണം എന്നുള്ളതാണ് ബി.ജെ.പിക്ക് ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ചിന്ത. അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള പേര് നിലവിൽ നിർമ്മല സീതാരാമന്റേതാണ് എന്നാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആ അഭിപ്രായമാണ് ഉള്ളതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജെ.പി. നദ്ദയുടെ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് നിർമ്മല സീതാരാമൻ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും. ഈ നിർമ്മല സീതാരാമന് ധനമന്ത്രി എന്ന രീതിയിൽ അവരുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റു ചില പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അങ്ങയുടെ കൂടി സുഹൃത്തായിട്ടുള്ള അമിതാഭ് കാന്തിന്റെ പേരടക്കം ധനമന്ത്രി സ്ഥാനത്തേക്ക്, അദ്ദേഹം ഷെയർപേ ആയിരുന്നു G20യുടേത്, അങ്ങനെയുള്ള വലിയ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ആ പേരുകളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിർമ്മല സീതാരാമന് തുടരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാനോ അല്ലെങ്കിൽ RSS നിർദ്ദേശമായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനോ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. പട്ടികയിൽ ആദ്യ പേര് നിർമ്മല സീതാരാമന്റേതാണ്. നിർമ്മല സീതാരാമൻ അധ്യക്ഷ പദവിയിലേക്ക് വന്നാൽ അത് വനിതാ ശാക്തീകരണം എന്ന ബി.ജെ.പിയുടെ ലക്ഷ്യത്തിന്, അഥവാ ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സങ്കല്പത്തിന് അത് ഉചിതമാകും എന്നുള്ളതാണ് അവർ കണക്കുകൂട്ടുന്നത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇതിനനുബന്ധമായിട്ട് നടക്കുന്നുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഈ ഘടകകക്ഷികളായിട്ട് ഉള്ള ഇവരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതിൽ ഏറ്റവും ബി.ജെ.പി. കഴിഞ്ഞാൽ എൻ.ഡി.എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ളത് തെലുങ്ക് ദേശമാണ്. 16 എം.പിമാർ മാത്രം ഉള്ള ലോക്സഭയിൽ 16 എം.പിമാർ മാത്രം എത്തുന്ന അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പീക്കർ പദവി, 3 ക്യാബിനറ്റ് പദവി, 3 സഹമന്ത്രി പദവി, അങ്ങനെ ഏതാണ്ട് 7ഓളം സ്ഥാനങ്ങൾ അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ട് 12 സീറ്റുകളുള്ള JDU ആവശ്യപ്പെടുന്നത് 3 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി പദവിയും അടക്കമുള്ള ഒരു ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള സ്ഥാനങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ബി.ജെ.പിക്ക് കയ്യിൽ ഒതുങ്ങുന്ന പോലെയല്ല ഈ ഘടകകക്ഷികളുടെ അവകാശവാദം. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളെ എത്രത്തോളം വിശ്വസിച്ച് മുന്നോട്ട് പോകാം എന്നതിനെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ഉപാധി എൻ.ഡി.എ വിപുലീകരണം ആണെന്ന് ബി.ജെ.പി കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് എൻ.ഡി.എ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ബി.ജെ.പി അണിയറയിൽ നടത്തുന്നുണ്ട്. സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ എൻ.ഡി.എ വിപുലീകരണം നടത്തുക, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന അഥവാ മറ്റുള്ളവർ എന്ന കാറ്റഗറിയിൽ നിൽക്കുന്ന ചെറിയ പാർട്ടികളെയും ചെറിയ വിഭാഗങ്ങളിലെ എം.പിമാരെയും ഒക്കെ ഈ മുന്നണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി തന്ത്രം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്ന എൻ.ഡി.എ യോഗം, അത് നാളെ ഈ എൻ.ഡി.എ എം.പിമാരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കക്ഷി നേതാവായിട്ട് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കും. തുടർന്ന് ഈ കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിക്കും. തുടർന്നായിരിക്കും സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത്.